എന്തോറ്റി? ഒരു പൂച്ച വിലങ്ങനെ വെച്ചതാ. അമ്മ അത് കണ്ടോ? നമ്മളെ കൂട്ട് പൂച്ചയും ഫാമിലിയായിട്ട് സർക്കിട്ട്. ബ്രേക്ക് കിട്ടില്ലായിരുന്നു, ഇപ്പൊ ഫാമിലിയായിട്ട് കാഞ്ഞനെ. നമ്മുടെ ഇപ്പൊ മരിച്ചുപോയ അപ്പച്ചിയും. അപ്പച്ചിയല്ല, മുത്തശ്ശി. അച്ഛനല്ലേ അപ്പച്ചി എന്ന് വിളിക്കുന്നത്? ആ മുത്തശ്ശിയും ഈ പൂച്ചയൊക്കെ ചത്തു കഴിഞ്ഞാ ഒരിടത്തേക്കാ പോന്നെ? അതൊക്കെ ഓരോരുത്തരുടെ കർമ്മഫലം അനുസരിച്ച ഒക്കെ ഓരോ നിയോഗ. എന്റെ ചേട്ടാ, കർമ്മഫലം യോഗോ നിയോഗം എന്നൊക്കെ പറഞ്ഞ ഈ പിള്ളേർക്ക് വല്ല മനസ്സിലാവോ? പിന്നെ അച്ഛനമ്മയെ കല്യാണം കഴിച്ചതൊരു നിയോഗമാ. അമ്പടി, നീ ആള് കൊള്ളാലോ. അച്ഛൻ ഈ അമ്മയല്ലാതെ വേറെ ആരെങ്കിലും കെട്ടായിരുന്നു? ആ ചിലർക്ക് ചില കർമ്മഫലങ്ങൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചു തീർക്കണം. പിന്നെ അല്ലേ കാണായിരുന്നു അച്ഛന്റെ പഴയ ഒരു ലൈനിലിടാ. എനിക്കറിയാം, ശോഭമായില്ലേ? ചുമ്മാ അതൊക്കെ ഒരു അഡോളസെന്റ്. പിന്നെ ഞങ്ങൾക്ക് പകരം വേറെ പിള്ളേരായിരിക്കും അല്ലേ? പാവം, ഈ അച്ഛൻ പിച്ചി പിച്ചി അമ്മയുടെ വയറ്റത്ത് മുഴുവൻ പാടാ. എടാ കൊതിയ, അതേ നോക്കിയിരിക്കാതെ പഠിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഓരോന്ന് തരും. പരമം പരാപരമാനന്ദം പരാത്മാനാം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. അതായത് കള്ള നിക്കട അവിടെ. പരദാരാർത്ഥ പരിവർജിത മനീഷിണാം പരപുരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത പരമാനന്ദം സുന്ദര വികസിത ഭക്ഷാപൂരുകം പ്രതിഗോചരമതിരാം കലേവരം സിത പങ്കജ ചാരുനയനം യൂണിയൻകാര് പണിമുഴക്കും എന്ന് പറയുന്നതല്ലാതെ പഴയതുപോലുള്ള ആവേശമൊന്നും കാണുന്നില്ലല്ലോ രമേശ. ഇടക്കാലാശ്വാസം ഉടൻ നടപ്പാക്കാമെന്ന് സർക്കാർ ഏറ്റിട്ടുണ്ട്. ആ അതങ്ങനെയാ, ഇലക്ഷൻ ആണ് ഒരെങ്ങ് നീട്ടും. ലാസ്റ്റ് മിനിറ്റ് കസേര ഇറങ്ങാറാകുമ്പോ അങ്ങ് നടപ്പാക്കും. കടക്കണിയൊക്കെ പിന്നാലെ വരുന്ന അനുഭവിച്ചോളൂല്ലോ. നിങ്ങളിപ്പത്തി നിങ്ങൾ വീട്ടിൽ കയറിയ ചോരാ. ഇനിയിപ്പോ പ്രത്യേകിച്ച് ആരുമില്ലല്ലോ അങ്ങനെ കാക്കാൻ. എടുക്കുമല്ലേ? അല്ലേ? ഓ, കൊള്ളി വെക്കേണ്ടവനെവിടെ? വിളിക്ക. അളിയനും അളിയനും കൂടെ കാലത്തെ തുടങ്ങി. കൊള്ളി വെക്കുമ്പോ കൈ തരാൻ നിൽക്കണ്ടേ? ഇതിങ്ങളുടെ നേരത്തെ കാലത്തെ അവള് പോയത് നന്നായി. ബോധവും പൊക്കടവും ഇല്ലാതെ കിടന്ന് ആര് നോക്കാൻ? അഴകനപ്പോ വന്ന് വാടാ, ഒരു കൊള്ളി വേണേ നീ വെച്ചോ. നീ ഇത്ര ധൃതി വെച്ച് കാറും പിടിച്ച് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ കുറെ കാശ് കളഞ്ഞു. എന്തിനാ ഈ കള്ളുകളി കാണാനോ? അപ്പച്ചിക്ക് രഘുവിനെ ശോഭയെക്കാളും ഇഷ്ടം എന്നെ ആയിരുന്നില്ലേ? പിന്നെ ഇഷ്ടം. അതുകൊണ്ടാണല്ലോ ഒരു ഗൾഫുകാരനെ കണ്ടപ്പോ വാക്ക് ഉടമ്പടി എല്ലാം പറഞ്ഞു മോളെ അയാളോട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് എന്തായി? പ്രാഞ്ചി ഇവിടെ നിക്കണ കണ്ടില്ലേ? നാട്ടിലുള്ള പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തി തനിക്ക് അറിയാവുന്നതൊക്കെ പഠിപ്പിച്ചു. സ്വന്തം കുഞ്ഞുങ്ങൾ മാത്രം നല്ലൊന്നും ഒട്ടും പഠിച്ചില്ല. ആ ഒക്കെ ഓരോരോ യോഗമാ. മുത്തശ്ശന്റെ യോഗം കൊണ്ട് അമ്മയെ പോലൊരു മരുമോളെ കിട്ടിയ കൊച്ചുകാന്താരി വലിയ വയലാണുള്ള വർത്താനം. എളുപ്പം പഠിച്ച് വലുതാകാൻ നോക്ക്. എന്നാ ഇന്ദിരാഗാന്ധി പോലെ നിന്നെയും പ്രധാനമന്ത്രിയാക്കാം. അവർക്ക് പ്രധാനമന്ത്രി ആകേണ്ട ഉദ്ദേശം സോണിയാഗാന്ധി ആയാ മതി അല്ലടി? അത് കൊള്ളാമല്ലോടാ. അപ്പൊ നീയാ ഇവിടെ ആശാനല്ലേ? മുട്ടേന്ന് വിരിയുന്ന പിള്ളേരുടെ വർത്താനം കേട്ടാ ചില സീരിയൽ ഡയലോഗ് പോലെ. ജയൽ ബേഡ് TV കണ്ടുപിടിക്കുമ്പോ നമ്മളത് ഇത്രയും വഷളാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അച്ഛൻ ഇവള് പറഞ്ഞു കേട്ടോ, അച്ഛനും നല്ല ജനറൽ നോളജ് ആണ്. ഒക്കെ തുരുമ്പടിച്ചു തുടങ്ങി. കുഞ്ഞുഞ്ഞേ മുത്തശ്ശൻ കൊച്ചുകുട്ടിയായി പഠിച്ചും കളിച്ചും ഒക്കെ നടന്ന ഇത്രയൊക്കെ വയസ്സായത്. അയ്യോ,
ചന്ദന്റെ കാര്യം അങ്ങ് പറഞ്ഞേ വല്ലതും കഴിച്ചായിരുന്നോ? ഓ ആ കാറിട്ടിരിക്കുന്ന സാറിന്റെ വീടിന്റെ അടുത്ത് ഒരു ഷാപ്പുണ്ട് അവിടുന്ന്. ആ അപ്പോഴേക്ക് അതും കണ്ടുപിടിച്ചോ? പിന്നെ മനുഷ്യന്മാർ എവിടെ ചെന്നാലും ആദ്യം കണ്ടുപിടിക്കുന്ന ഷാപ്പ് പള്ളിയല്ലയോ? അതെന്നാന്നറിയോ? രണ്ടും തരുന്നത് ലഹരിയാ. നല്ല ചൂട് കഞ്ഞിരിച്ചിട്ട് നെയ്യൊഴിച്ച് ചേമ്പുഴുക്കും കൂട്ടി ഒരു പിടുത്തം. അത്താഴത്തിന് നിന്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാ. ഈ അച്ഛന്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് കൊതി വരുന്നു. ആ കൊതിച്ചോ ഈ നെയ്യും പുഴുക്കൊക്കെ കൊളസ്ട്രോളിനും പ്രഷറിനും പറ്റിയ ഐറ്റമാ. ഓ ഞാനിനിയിപ്പോ അതൊക്കെ എന്തോന്ന് നോക്കാൻ. ഇരുന്നിട്ട് പെരുന്നേക്കാല പാട്. ഒരുപാട് നേരം നിന്റെ അമ്മയെ ഓർക്കുന്ന ദിവസം ഇച്ചിരി നെയ്യും പുഴുക്കവും കൂട്ടി ഒരു കഞ്ഞികൂടി അതൊരു സുഖ. ഇവിടെ ഒരാൾ അതിന്റെ ബാക്കിയാ. നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടിയാ അപ്പ കണ്ണീര് വരും അമ്മയെ ഓർത്ത്. അതങ്ങനെയാ. രുചിയും മണമൊന്നും ആർക്കും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അത് ഇവിടെയൊക്കെ ഇങ്ങനെ കാണും. മതി രണ്ടുപേരും പോയി ഒന്ന് കുളിച്ചേ. ഓ അരപ്പും വെപ്പും ഒക്കെ ഞാൻ നോക്കണം. ചെല്ലേ സ്ഥലങ്ങളേക്ക് ചെല്ലേ. ഇങ്ങനത്തെ ഒരു അച്ഛനും മോനും അടുക്കള കണ്ട പിന്നെ ചില പെണ്ണുങ്ങളെ പോലെയാ. ഒരു തരം പ്രാന്താ. എടി പ്രാന്തല്ല അതിന്റെ യോഗ. കിടിക്കാതെ അച്ഛന്റെ കുഴമ്പ് ഒപ്പിയും എടുത്തേ. വേദനിച്ചോ? ഈ വേദന ഒരു സുഖമാണ്. എന്നാ ഒന്നുകൂടെ പിടിച്ചു. ഈ അച്ഛന്റെ ഒരു കാര്യം ചില നേരത്തെ ചില കുട്ടികളെ പോലെ. നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ശരിക്കും ഞാൻ ഒരു കുട്ടിയാ. ഭാരവും ബലവും ഒന്നും ഇല്ലാതെ അങ്ങനെ ഒക്കെ നോക്കി നടത്താൻ നീയുണ്ടല്ലോ എന്നുള്ള ഒരു ബലം. അതെ വെള്ളം ചൂടായി എടുത്തു വെക്കട്ടെ. ഓ ഇന്നിനിപ്പോ ഇവന്റെ കൂടെ ഒന്ന് മുങ്ങി കയറാം. പട്ടനാണെങ്കിൽ ഒരു സഹായിയാ. കുറച്ചുകാലമായി നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചത്. പക്ഷെ ഇപ്പോ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരുന്നവർ ഓരോരുത്തരായിട്ട് മേലോട്ട് പോകുമ്പോ ചില ദിവസങ്ങളിൽ നേരം വെളുക്കുമ്പോ ഒരുതരം വെപ്രാളവും പേടിയും പരവേശവും. അല്ല ചിലപ്പോ പുതിയൊരു ദിവസത്തെ വയസ്സായി ബോഡി റിജക്ട് ചെയ്യുന്നതായിരിക്കും. ചുമ്മാ അതൊക്കെ ഓരോ തോന്നലുകളാ. വെളുപ്പാങ്കാലാവുമ്പോ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയുന്നതിന്റെ. അച്ഛൻ ഞങ്ങളുടെ കൂടെ ട്രിവാൻഡ്രത്തിനുമാണ്. മെഡിക്കൽ കോളേജിൽ പോയി ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തി അവിടെ കുറച്ച് ദിവസം നിൽക്കാം. അതൊക്കെ എത്ര ദിവസത്തേക്കാ? നിനക്ക് ഇവിടെ അടുത്തെങ്ങാനും ഒരു BDO ഓഫീസിലേക്ക് ഡെപ്യൂട്ടേഷൻ ട്രാൻസ്ഫർ ശ്രമിച്ചാൽ കിട്ടില്ലേ? ആ കിട്ടാഴികയൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ പോക്ക് വെച്ചങ്ങ് പോയാലേ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അങ്ങനെ റിട്ടയർ ചെയ്യാം. അച്ഛൻ്റെ ആഗ്രഹം പോലെ എനിക്കൊരു കളക്ടറാകാൻ പറ്റിയില്ല. മനുവിലൂടെ എനിക്കത് നേടിയെടുക്കണം. ഒരാഗ്രഹം അവിടെ ആവുമ്പോ. ശരിയാ, ഞാനത് ഓർത്തില്ല. എല്ലാരും അവരവരുടെ മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാ. നീയും അതെ, ഞാനും അതെ. അച്ഛൻ എപ്പോ വിളിച്ചാലും ഞാനിങ്ങെത്തില്ലേ. ഒരു വിളിപ്പുറത്തല്ലേ വിളിക്കുന്നത്. അതിന് നമ്മളല്ലല്ലോ. നീ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ അവനെയും കൊണ്ടു നടന്ന് പഠിക്കാനുള്ള സമയം കളയരുത്. ഈ IAS എന്നൊക്കെ പറയുന്ന ഒരു തരം ചാൻസാ. ഭാഗ്യ. കുഞ്ഞുഞ്ഞേ എന്തോ കുളിക്കാനുള്ള വെള്ളം എടുത്തു വെച്ചോ. എന്റെ കൊച്ചെ, ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. ഈ കമ്പനിക്കാര് ഇതിന് നല്ല ബോർഡറും മുന്താണിയൊക്കെ വെക്കുന്നത് ഇങ്ങനെ വലിച്ചു വാരി കൊടുക്കാനല്ല. ഇത് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കണ്ടോട്ടെ. ഇച്ചിരി വൃത്തി മനക്കി കൊടുക്കുക. ഓ ഞാനിത് സർക്കാർ ഉദ്യോഗത്തിനൊന്നും പോവല്ലോ. ഒരുങ്ങി ചമഞ്ഞ് നടക്കും. അതെ, ഞങ്ങളുടെ അമ്മ പറയും ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാ. കൊച്ചിലെ അമ്മയുടെ നേരിയ ഞൊറിഞ്ഞുള്ള പ്രാക്ടീസാ. അകത്തേക്ക് വരാമോ? വാ വാ. കാണാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഇവിടെ. നീ എപ്പോ വന്നു? വർഷം കുറെ ആയല്ലോ. ഇതുവരെ സാരി ഉടുക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞില്ലേ? ചുമ്മാ. ചേച്ചിക്ക് അറിയില്ല രമേശേട്ടന്റെ കാര്യം. എല്ലാം പുള്ളിക്കാരന് തന്നെ ചെയ്യണം. ഒരു പൊട്ട് പോലും തന്നെ വെക്കാൻ സമ്മതിക്കില്ല. കണ്ടോ, കാര്യം കഴിഞ്ഞപ്പോ അവളുടെ വിധം മാറിയേ. മോള് തനിച്ചാൻ കൊടുത്താൽ മതി. എന്ത് എന്റെ പാന്റ് ഷർട്ടും അപ്പുറത്തെ തേപ്പ് മേശയിലിരിക്കുന്നു. ഇപ്പൊ കാണാം ചന്തയില് പാവണക്കായിട്ടിരിക്കുന്ന പോലെ. ഒക്കെ നിന്റെ ഭാഗ്യ.
നന്നായിട്ടുണ്ട്. സോമൻ ചേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെ ആകാനാ, കണ്ടില്ല ഇന്നലത്തെ പരുവം. മിക്ക ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാ. എണീറ്റാൽ ഉടനെ തുടങ്ങും. വന്നപ്പോ വിശപ്പുമില്ല, ഭക്ഷണവും വേണ്ട. ആ. ഏത് നേരവും. ഇതിന്റെ ചില അക്യൂട്ട് സിംറ്റംസാ. മെഡിക്കൽ കോളേജില് രമേശ് ചേട്ടന് പരിചയമുള്ള ഡോക്ടർമാര് വല്ലതും ആ ഉണ്ടെങ്കിൽ. അതിനിപ്പോ പരിചയമൊന്നും ആവശ്യമില്ല, ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കാതെ കാണാവുന്നേ ഉള്ളൂ. ആ ശോഭ നീ വന്ന് കഴിക്കേ. വാ. വായിച്ച് ചായ കുടിക്കാം. ചേട്ടനോട് പറയാതെ പോന്നെ. ഉണരുമ്പോ കണ്ടില്ലെങ്കിൽ പിന്നെ അതും പറഞ്ഞായിരിക്കും ഇന്നത്തെ ദിവസം